ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് ഒരു ജേർണിയാണ്. അത് അമ്മയുടെയും കൊച്ചിൻ്റെയും ഒരു ബോണ്ടിങ് പീരിയഡും കൂടിയാണ്. ജനിച്ച സമയം മുതൽ ആ കുട്ടിക്ക് ന്യൂട്രീഷൻ കൊടുക്കുന്നത് ആ അമ്മയാണ്. ഈ അമ്മയ്ക്ക് ഒത്തിരി വേദന വരും. എന്തെങ്കിലും ലാച്ചിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഫീഡിങ്ങിന് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിയുമ്പോൾ മാസ്റ്റൈറ്റിസ് പോലത്തെയുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ആങ്സൈറ്റി ഇതിനൊക്കെ കാരണമാകും. അപ്പോൾ പ്രോപ്പറായിട്ട് അറ്റാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ലാച്ച് ചെയ്യാനായിട്ട് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിന് തന്നെ പല പൊസിഷനുണ്ട്. ഇത് പലപ്പോഴും പ്രസവം കഴിഞ്ഞിട്ടാണ് ഒരമ്മ പഠിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു പ്രാക്ടീസ് ട്രയൽ റൺ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആ പൊസിഷനിൽ കംഫർട്ടബിൾ ആവാനും ഈ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാനായിട്ടും. സ്ട്രെയിറ്റ് ആയിട്ട് അമ്മ എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുക. കുട്ടീനെ പാല് കൊടുക്കുമ്പോൾ ബാക്ക് റെസ്റ്റ് സപ്പോർട്ടഡ് ആയിട്ടിരിക്കുക. കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ കുട്ടി എപ്പോഴും ഹൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പില്ലോ യൂസ് ചെയ്യുക. കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ എപ്പോഴും കുട്ടീനെ അമ്മയുടെ ബ്രസ്റ്റ് ലെവലിന് ഒപ്പം വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ അമ്മയുടെ നിപ്പിൾസ് എപ്പോഴും കുട്ടിയുടെ മൂക്കിൻ്റെ ലെവലിലായിരിക്കണം. കുട്ടി തല കുറച്ച് പുറകിലോട്ടാക്കി വാ തുറന്നിട്ട് വേണം നിപ്പിൾസ് വായിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ആ സമയത്ത് ബ്രസ്റ്റ് അമർത്തി വായനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഈ ഏരിയുള്ള പോർഷൻ, അതായത് ഈ ഡാർക്കർ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞിൻ്റെ വായിൽ കയറാൻ പാകത്തിന് വേണം നിപ്പിൾസ് കൊടുക്കാനായിട്ട്.